കരടിന്റെ സ്വർണ്ണ വായ്പാ നയത്തിന്റെ അന്തിമ വിജ്ഞാപനമായിട്ടുണ്ട്. അതായത് കരട് വിജ്ഞാപനത്തിൽ ഉയർന്ന പരാതികളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഈ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാമത്തെ കാര്യം, സ്വർണ്ണ പണയ വായ്പകളിൽ നിന്ന്, അതായത് ഇതിന്റെ ക്രെഡിറ്റ് അപ്രൈസിൽ നിന്ന് ചെറു വായ്പകളെ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് 2.5 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് മാത്രമാണ് വിശദ പരിശോധന ആവശ്യമായിട്ട് വരുന്നത്. ഇനി മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ പണയം വെക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം ഉറപ്പിക്കുന്ന രേഖയോ സത്യവാങ്മൂലമോ നൽകണം എന്നതാണ് പുതിയ വിജ്ഞാപനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം. അതേപോലെ തന്നെ രസീത് ഇനി വേണ്ട. കരടിൽ രസീത് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പുതിയ വിജ്ഞാപനത്തിൽ ആ നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരേ സ്വർണം ഉപയോഗിച്ചിട്ട് ഈ സ്വർണ്ണ പണയത്തിന് പുറമേ വരുമാനം ആർജിക്കാനുള്ള ലോണും എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പുതിയ വിജ്ഞാപനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ ഹാൾമാർക്ക് ചെയ്ത സ്വർണത്തിന് മുൻതൂക്കം നൽകുമെന്ന കരട് വിജ്ഞാപനത്തിലെ വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി സ്വർണത്തിന്റെ പരിധി നോക്കുകയാണ് എങ്കിൽ, പരമാവധി പണയ പരിധി സ്വർണം 1 കിലോയും അതേപോലെ 10 കിലോ വെള്ളിയുമാണ് ഈ പണയ പരിധി വരിക. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പുതിയ വിജ്ഞാപനത്തിലുള്ളത്, ഈ സ്വർണം തിരിച്ചടച്ചാൽ, വായ്പ തിരിച്ചടച്ചാൽ 7 പ്രവൃത്തി ദിവസത്തിനകം തന്നെ ഈ സ്വർണം തിരികെ നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിജ്ഞാപനത്തിലുള്ള പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ.